രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം. ഏലിയായും അഹസ്യായും. അഹാബിൻ്റെ മരണശേഷം മോവാബ് ഇസ്രായേലിനെതിരെ കലാപം ആരംഭിച്ചു. സമറിയായിൽ വെച്ച് അഹാസിയ മട്ടുപ്പാവിൽ നിന്ന് വീണ് കിടപ്പായി. താൻ ഇതിൽ നിന്ന് രക്ഷപ്പെടുമോ ഇല്ലയോ എന്ന് ആരായാൻ എക്രോണിലെ ദേവനായ ബാൽ-സെബൂബാവിൻ്റെ അടുത്തേക്ക് ആളയച്ചു. തിഷ്ബാനായ ഏലിയായോട് കർത്താവിൻ്റെ ദൂതൻ അരുളി ചെയ്തു, സമറിയ രാജാവിൻ്റെ ദൂതന്മാരെ ചെന്ന് കണ്ട് അവരോട് ചോദിക്കുക, ഇസ്രായേൽ ദൈവമില്ലാഞ്ഞിട്ടാണോ നിങ്ങൾ എക്രോൺ ദേവനായ ബാൽ-സെബൂവിനെ സമീപിക്കുന്നത്? കർത്താവ് അരുളി ചെയ്യുന്നു, രോഗശയ്യയിൽ നിന്ന് നീ എഴുന്നേൽക്കുകയില്ല, നീ മരിക്കും. ഏലിയ പുറപ്പെട്ടു. യൂദന്മാർ തിരിച്ചെത്തിയപ്പോൾ രാജാവ് ചോദിച്ചു, നിങ്ങൾ എന്താണ് തിരികെ വന്നത്? അവർ മറുപടി പറഞ്ഞു, ഒരാൾ വന്ന് ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ തിരികെ ചെന്ന് നിങ്ങളെ അയച്ച രാജാവിനെ അറിയിക്കുക. കർത്താവ് അരുളി ചെയ്യുന്നു, ഇസ്രായേൽ ദൈവമില്ലാഞ്ഞിട്ടാണോ എക്രോൺ ദേവനായ ബാൽ-സെബൂവിനെ നീ സമീപിക്കുന്നത്? നീ രോഗശയ്യയിൽ നിന്ന് നീ എഴുന്നേൽക്കുകയില്ല, നീ മരിക്കും. അവൻ ചോദിച്ചു, നിങ്ങളോട് ഇത് പറഞ്ഞയാൾ എങ്ങനെയായിരുന്നു? അവർ പറഞ്ഞു, അവർ രോമക്കുപ്പായവും തുകൽ കൊണ്ടുള്ള അരപ്പട്ടയും സിബിയായിരുന്നു. ഉടനെ രാജാവ് പറഞ്ഞു, തീഷ്ബ്യനായ എലിയാണ് അവൻ. രാജാവ് 50 പേരുടെ ഗണത്തെ നായകനോടൊപ്പം ഏലിയായുടെ അടുത്തേക്ക് അയച്ചു. മരമുകളിലിരുന്ന ഏലിയായോട് നായകൻ പറഞ്ഞു, ദൈവപുരുഷ, ഇറങ്ങി വരാൻ രാജാവ് കൽപ്പിക്കുന്നു. ഏലിയ പ്രതിവചിച്ചു, ഞാൻ ദൈവപുരുഷനാണെങ്കിൽ ആകാശത്ത് നിന്ന് അഗ്നി ഇറക്കി നിന്നെയും നിൻ്റെ 50 പേരെയും ദഹിപ്പിച്ച് കളയട്ടെ. ആകാശത്ത് നിന്ന് അഗ്നി ഇറങ്ങി അവരെ ദഹിപ്പിച്ചു. വീണ്ടും 50 പേരെ നായകനോടൊപ്പം രാജാവ് ഏലിയായുടെ അടുത്തേക്ക് അയച്ചു. നായകൻ ചെന്ന് അവനോട് പറഞ്ഞു, ദൈവപുരുഷ, ഇത് രാജാവിൻ്റെ കൽപ്പനയാണ്, വേഗം ഇറങ്ങി വരിക. ഏലിയ പറഞ്ഞു, നീ ദൈവപുരുഷനാണെങ്കിൽ ആകാശത്ത് നിന്ന് അഗ്നി ഇറങ്ങി നിന്നെയും നിൻ്റെ 50 പേരെയും ദഹിപ്പിച്ച് കളയട്ടെ. ആകാശത്തിൽ നിന്ന് ദൈവത്തിൻ്റെ അഗ്നി ഇറങ്ങി അവരെ ദഹിപ്പിച്ചു. രാജാവ് മൂന്നാമതും 50 പേരെ നായകനോടുകൂടെ അയച്ചു. നായകൻ ചെന്ന് ഏലിയായുടെ മുമ്പിൽ മുട്ടുകുത്തി അപേക്ഷിച്ചു, ദൈവപുരുഷ, എൻ്റെയും അങ്ങയുടെ ഈ 50 ദാസന്മാരെയും ജീവൻ അങ്ങയുടെ ദൃഷ്ടിയിൽ വിലപ്പെട്ടതാകട്ടെ. മുൻപ് വന്ന 50 പേരുടെ 2 സംഘങ്ങളെയും അവരുടെ നായകരെയും ആകാശത്ത് നിന്ന് അഗ്നി ഇറക്കി ദഹിപ്പിച്ചു. ഇപ്പോൾ എൻ്റെ ജീവൻ അങ്ങയുടെ ദൃഷ്ടിയിൽ വിലപ്പെട്ടതായിരിക്കട്ടെ. കർത്താവിൻ്റെ ദൂതൻ ഏലിയായോട് പറഞ്ഞു, ഇവനോടുകൂടി ഇറങ്ങിച്ചെല്ലുക, അവനെ ഭയപ്പെടേണ്ട. ഏലിയ അവനോടുകൂടെ രാജാവിൻ്റെ സന്നിധിയിൽ ചെന്നു. ഏലിയ രാജാവിനോട് പറഞ്ഞു, കർത്താവ് അരുളി ചെയ്യുന്നു, എക്രോൺ ദേവനായ ബാൽ-സെബൂവിനോട് ആരായാൻ ദൂതന്മാരെ അയച്ചതുകൊണ്ട് നീ രോഗശയ്യയിൽ നിന്ന് എഴുന്നേൽക്കുകയില്ല, നിശ്ചയമായും നീ മരിക്കും. ഇസ്രായേൽ ദൈവമില്ലാഞ്ഞിട്ടാണോ നീ ഇത് ചെയ്തത്? ഏലിയ വഴി കർത്താവ് അരുളി ചെയ്തതുപോലെ അവൻ മരിച്ചു. അഹാസിയായ്ക്ക് പുത്രനില്ലാതിരുന്നതിനാൽ സഹോദരൻ യോറാം യൂദാ രാജാവായ യഹോഷാഫാത്തിൻ്റെ പുത്രൻ യഹോറാമിൻ്റെ 2ാം ഭരണവർഷത്തിൽ രാജാവായി. അഹീസിയായുടെ മറ്റു പ്രവർത്തനങ്ങൾ ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ഇത്രയുമാണ് ഈ വീഡിയോയിൽ ചേർത്തിട്ടുള്ളത്. കർത്താവേ, അനുഗ്രഹിക്കണമേ, ഞങ്ങൾക്ക് സമാധാനവും ശാന്തിയും നൽകണമേ. പരിശുദ്ധ പരമദൈവികകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.